പരാതിക്കാരിയായ സരോജിനി തന്റെ പേരിലുള്ള 6 സെന്റ് സ്ഥലത്തിൽ 2 സെന്റ് സ്ഥലം പപ്പട നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനായി 1997 പുഴയ്ക്കൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ പേരിൽ സറണ്ടർ ചെയ്തിരുന്നു. പപ്പട നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ സരോജിനിക്ക് ഇവിടെ ജോലി ബ്ലോക്കിൽ നിന്നും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ആരംഭിച്ച പപ്പട നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചുപോവുകയാണ് ഉണ്ടായത്. അന്ന് പദ്ധതിക്കായി നിർമ്മിച്ച ഷെഡിലാണ് പരാതിക്കാരി ഇപ്പോൾ താമസിക്കുന്നത്. ഷെഡ് ഉൾപ്പെടെയുള്ള സ്ഥലം തനിക്ക് തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സരോജിനി സുതാര്യ കേരളത്തിൽ പരാതി നൽകിയത്. സുതാര്യ കേരളത്തിൽ വന്ന പരാതി കേട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സരോജിനിയുടെ പരാതിയിൽ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ ഈ സ്ഥലം കൊടുക്കുമ്പോൾ എനിക്ക് ആരും ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അവർ സഹായം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൈസയ്ക്കൊന്നല്ല കൊടുത്തത്. അപ്പോൾ അവരുടെ സഹായം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അങ്ങനെ കൊടുത്തിട്ട് അവർ എന്നെ വിളിച്ചില്ല, പണിയിപ്പിച്ചില്ല. അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ബ്ലോക്കിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ വിളിച്ച് പണിയിപ്പിക്കാൻ പറഞ്ഞു, കൂലി കൊടുക്കാൻ പറഞ്ഞു. അവിടെ നിന്നൊക്കെ കേട്ടുപോന്നു. അപ്പം തന്നെ പറഞ്ഞു ഞാൻ, അവർ ശരിയാവില്ല കേട്ടോ, അത് ഈ പറയണത് തന്നെയുള്ളൂ, കെട്ടിടം പടന്നിട്ട് വെറുതെ ആവും, എന്നെ അവർ തട്ടി തുരക്കിടുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതുപോലെ എന്നെ അവർ ചെയ്തു. അങ്ങനെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൺവീനർ മരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഒരു രേഖയും അവരുടെ കയ്യിൽ മറ്റുള്ളവരുടെ പണിക്കാരുടെ കയ്യിലില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ സുതാര്യ കേരളത്തിൽ കൊടുത്തു. അപ്പോൾ അവിടുന്ന് എനിക്ക് അനുകൂലമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഒന്ന് പറയാനുള്ള മുഖ്യമന്ത്രിയോടും സുതാര്യ കേരളത്തിനോടും വളരെ നന്ദി